ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നേരിട്ടങ്ങ് വന്നേക്കാമെന്ന്, എൻ്റെ മുഖമൊക്കെ ഇത് കാണിച്ചുകൊണ്ട് വന്നേക്കാമെന്ന്. കാരണം എല്ലാവരും ചോദിക്കുന്നു, എല്ലാവരും എന്ന് വെച്ചാൽ ആപ്പടെ 70 പേരേ ഉള്ളൂ, അതിനകത്ത് കുറച്ച് പേര് ചോദിക്കുന്നു എന്നാൽ മുഖമൊന്നും കാണിച്ച് ചെയ്യാത്തതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മുഖമൊക്കെ കാണിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഒരു മീൻകറി വെച്ച് കളയാം. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവോലി വെച്ചിട്ടുള്ള ഒരു പാലൊഴിച്ച കറി. ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു മീൻ കറിയാണ്. പക്ഷേ എൻ്റെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറിയാണ്, ഞാൻ തൃശ്ശൂരുകാരിയല്ല. അപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ളൊരു മീൻ കറി തൃശ്ശൂർ രീതിയിൽ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. അപ്പോൾ നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇത് വലിയ കൊച്ചുള്ളി ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഒരു കൊച്ചുള്ളി ഒരു സവാള പോലെ ഇരിക്കും. അപ്പോൾ കൊച്ചുള്ളി ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു 5-10 കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കൊച്ചുള്ളി നമ്മളിട്ടു. പിന്നെ കുറച്ച് കരിയാപ്പില, ഇഷ്ടത്തിന് കരിയാപ്പില നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടു കേട്ടോ, കരിയാപ്പില. പിന്നെ ഞാൻ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി. ഇത് 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണേൽ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം കേട്ടോ, ഇഞ്ചി കഷ്ണമാണ് ഇടുന്നത്. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇത് 4 പച്ചമുളക് ഞാൻ കീറിയിട്ടിരിക്കുകയാണ്. നല്ല എരിവുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ പച്ചമാങ്ങ കണ്ടിച്ച് വെച്ചത് ഉണ്ട്, പുളിക്കനുസരിച്ച് കേട്ടോ. ഇപ്പം എനിക്ക് ഇത്രേ പച്ചമാങ്ങയുള്ളൂ. ചിലപ്പോൾ ഞാൻ പുളി നോക്കുമ്പം എനിക്ക് പുളി തികഞ്ഞില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു കുഴമ്പുളിയുടെ കഷ്ണം ഇടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ മാങ്ങ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പിന്നുള്ളത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ് 2 ടീസ്പൂൺ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരി വേണ്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മുളക് പൊടി വേണം ചേർക്കാം എരിക്കനുസരിച്ച്. പിന്നെ ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് നല്ലോണം തിരുമ്മി പിടിപ്പിക്കട്ടെ. നല്ലോണം കൈ വെച്ച് നമുക്ക് ഇത് തിരുമ്മി പിടിപ്പിക്കണം. ഞാൻ ഞെല്ലി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ചേർത്തു. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതായത് ഞാനിപ്പോൾ 2ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഈ 2ാം പാൽ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്നുകൂടെ ഇളക്കി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. 2ാം പാൽ ചേർക്കുക. ഞങ്ങൾക്ക് ഇവിടെ 2ാം പാൽ 1ാം പാലും എല്ലാം ഒന്നേ ഉള്ളൂ. കാരണം ഞാൻ മാഗി പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒഴിച്ചിട്ട് ഇപ്പോൾ ആക്കി ഞാനിനി തീ കത്തിച്ചിട്ടിത് വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിടാം. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ ചാറ്, തേങ്ങാപ്പാലൊഴിച്ച ചാറ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. മീന് ഞാൻ ഇതിനകത്തോട്ട് പിറക്കിയിടണ ഒരു തല കേട്ടോ. മീനെല്ലാം കൂടെ അങ്ങോട്ടേക്ക് പിറക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇവിടെ മീൻ മുറിച്ച് അവർ തരുമ്പോൾ നല്ല വലിയ കഷ്ണമായിട്ടാണ് മുറിച്ച് തരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വെട്ടി കിട്ടത്തില്ല നല്ല രീതിയിലൊന്നും. പിന്നെ നമ്മൾ തന്നെ വന്ന് കിടന്ന് വെട്ടിയെടുക്കണം. ഇപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വെന്ത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പോംഫ്രറ്റ് പൊടിയാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തവിയിട്ട് അങ്ങോട്ട് കുറേ ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ മീനെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒന്നായി. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് എടുക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ച് വരുമ്പോൾ മീൻ എല്ലാം നല്ലോണം ഇളക്കി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മൂടി വെച്ചിട്ട് നമുക്കൊന്നുകൂടെ നല്ലോണം വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കേട്ടോ, കണ്ടോ, നല്ലോണം തിളച്ചു മീൻ കറി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, തീ കുറച്ച് ഇനിയിപ്പോൾ നല്ലോണം വേവട്ടെ. തീ ചെറിയ തീയിൽ കിടന്ന് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരമായി മീൻ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ചട്ടി തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, കുഴപ്പമില്ല. പിന്നെ പുളി ആവശ്യത്തിനുണ്ട്. നല്ല മാങ്ങയ്ക്ക് നല്ല പുളിയായിരുന്നു തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ചാറ് കുറുക്കുന്ന പരിധിയാണ് ഇതിൻ്റെ. മീനൊക്കെ വേവിക്കുന്ന അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി ചാറ് വേണം, ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇച്ചിരി ചാറ് വേണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ മാഗി തേങ്ങാപ്പാലാണല്ലോ, എല്ലാം തേങ്ങാപ്പാൽ നീട്ടിയും കുറുക്കിയൊക്കെ വെള്ളം കൂട്ടുന്നതിനനുസരിച്ച് കുറുകുകയും നീളവും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കുറുകിയ പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിനകത്തോട്ടേക്ക്.
ഈ പാല് നിങ്ങൾക്ക് ഒഴിക്കുന്ന വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ല, അല്ലെങ്കിൽ മധുരമല്ല, തേങ്ങാപ്പാലിൻ്റെ ഒത്തിരി രുചി അങ്ങോട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാൽ ഒഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് ഓഫാക്കി വെക്കാം തീയ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഈ തിളയൊന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഇതാണ്ട് ഞാനിന്ന് ഇപ്പോൾ ഇതൊന്ന് ഓഫാക്കിയ, കാരണം ഇതിനകത്ത് തന്നെ ഇരുന്ന് ഈ തേങ്ങാപ്പാൽ ചൂടായിക്കോളും. അതാണ്ട് വട്ടം ഇങ്ങനെ കറക്കി ഞാനിനിയിപ്പം സ്പൂണൊന്നും വന്നിട്ട് തവിയിട്ട് ഇത് കിള്ളുന്നില്ല, കാരണം കിള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ മീൻകറി സെറ്റായി. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, പക്ഷേ ഈ തിളയൊന്ന് ഞാനൊന്ന് അത് ഏകദേശം തിളയൊക്കെ നിൽക്കാറായി. അപ്പോൾ ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇവിടെ തേങ്ങ കട്ട പിടിച്ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, സമ്മറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല തേങ്ങ കട്ട പിടിച്ചിരിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാലല്ലേ ചേർക്കുന്നത്. അപ്പോൾ അതിനകത്ത് തേങ്ങ അയക്കാത്ത ആ പാലിനകത്ത് ഓൾറെഡി തേങ്ങയുടെ എണ്ണ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരല്പം കരിയാപ്പിലയും കൂടെ, പച്ചക്കരിയാപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ്, റിയൽ തൃശ്ശൂർ സ്റ്റൈലാണെന്ന് അറിയത്തില്ല. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ കമൻറ്റ് പറയണം. ഇത് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. കാരണം പണ്ട് എൻ്റെ മമ്മി പറയായിരുന്നു, ചുമന്ന മീൻകറി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ഏറ്റവും നല്ല മീൻകറി എന്ന് പറയുന്നത്. കാരണം അവരൊക്കെ അന്നത്തെ കാലത്ത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് അവരുടെ ഇഷ്ടം. പക്ഷേങ്കിൽ ഇത് പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ മമ്മി പറഞ്ഞു ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാർ ചോദിക്കും, നീ എന്താ മറ്റേ മീൻകറി എന്താ ഇടാത്തത്, വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ആവോലി കിട്ടിയപ്പോൾ ഈ മീൻകറി ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വെച്ചത്. ഭയങ്കര അടിപൊളി ടേസ്റ്റും അടിപൊളി രുചിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് എഴുതുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് പോരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ നമുക്ക് വണക്കം, പിന്നെ കാണാം. നന്ദി, നമസ്കാരം.